ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നാടൻ വറുത്തരച്ച മീൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. തേങ്ങയും കുറച്ച് ഉള്ളിയും എടുത്തിട്ട് നമ്മൾ ചീനച്ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇടുക. എരിവിന് ആവശ്യമായത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് പെരുംജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ കണ്ട് നോക്കുക. ഇഷ്ടമായ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ വീഡിയോസും ഇങ്ങനെ എല്ലാവരും കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അത് വറുത്തൊന്ന് നല്ല കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയാട്ടോ ഇടുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. പെരുംജീരകം നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പൊടി ചേർക്കേണ്ട. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ മുഴുവൻ പെരുംജീരകം ഇട്ട് വറുത്തെടുക്കുമ്പോഴാണ് ആ കറിക്കൊരു മണം ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും വെക്കുന്ന കറിയാണ് എങ്കിലും എനിക്കിതൊരു റെസിപ്പിയായിട്ട് ചെയ്ത് വീഡിയോ ഇടണം എന്ന് തോന്നി. അപ്പോൾ ഇത് കരിയാണ്ട് സൂക്ഷിച്ച് നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ കരിഞ്ഞ് പിടിക്കുകയൊന്നും ചെയ്യാതെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസുകൾ ഇടുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് തണുക്കുമല്ലോ. കുറച്ച് നേരം തണുക്കുന്ന സമയം കൊണ്ട് നമുക്കത് കഴുകിയെടുക്കാം. ഞാനിവിടെ കൊഴിയാള മീനാണ് കേട്ടോ വെക്കുന്നത്. നമുക്ക് അയലയായാലും ചൂരയായാലും ഏത് മീനിലും വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ തണുത്ത കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള പുളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പുളി വെള്ളമായിട്ടും എടുക്കും കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റാൻ എളുപ്പമായി ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് നമ്മളത് പുളിവെള്ളവും പുളിയുടെ ഒരു കുത്തും കൂടെയൊക്കെ ഇട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ വറുത്തെടുക്കുന്ന തേങ്ങ ആയതുകൊണ്ട് ഒരുപാട് ടൈറ്റാവും മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളത് കുറച്ച് വെള്ളം കൂടെയൊക്കെ ചേർത്ത് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് പിന്നെയും നമ്മൾ അടുപ്പിലോട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മുളക്, തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കണം. കരിവേപ്പില ഒക്കെ ഇട്ടതിന് ശേഷം ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നേരത്തെ അറുത്ത് കഴുകി വെച്ചിരുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. തിള വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയത് കാരണം ഞാനിങ്ങനെ വീഡിയോസ് ഇടാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു. അതാണ് ഇടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കുറച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നല്ല അടയ്ക്കേണ്ട. കുറച്ച് ഗ്യാപ്പിട്ട് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് മീതെ എണ്ണയൊക്കെ പടർന്ന് വരുമ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.